ഇബ്രാഹിം ഹാജിയുടെ മരണശേഷം കൃത്യം 40-ാം ദിവസം അദ്ദേഹത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ആ വലിയ തറവാട്ട് വീട്ടിലേക്ക് അതിരാവിലെ മുതൽ തന്നെ ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങിയിരുന്നു. നിറമുള്ള വില കൂടിയ കാറുകൾ മുറ്റത്ത് നിരന്നു നിന്നു. രാഷ്ട്രീയത്തിലെയും വ്യവസായത്തിലെയും പ്രമുഖർ, ദൂരെ ദിക്കുകളിൽ നിന്നെത്തിയ ബന്ധുക്കൾ, നാട്ടിലെ കാരണവന്മാർ എല്ലാവരും ഹാജിയോടുള്ള അവസാനത്തെ ആദരവ് പ്രകടിപ്പിക്കാനെത്തിയിരുന്നു. അകത്തെ വലിയ ഹാളിൽ ഖുർആൻ പാരായണത്തിന്റെ ഈണം നേർത്ത ഒരു പുഴ പോലെ ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ അത്തറിന്റെയും പനിനീരിന്റെയും ഗന്ധം തങ്ങിനിന്നു. വെളുത്ത പട്ടുസാരിയിൽ പൊതിഞ്ഞ ആ പ്രൗഢരൂപം ഫാത്തിമ ബീവി ഒരു നിഴലുപോലെ എല്ലാത്തിനും സാക്ഷിയായിരുന്നു. അവരുടെ മുഖത്ത് ദുഃഖത്തിന്റെ നേർത്ത പാടകൾ വീണിരുന്നുവെങ്കിലും ആ പ്രതാപത്തിന് ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. വരുന്നവരോടെല്ലാം അവർ നിർവികാരമായി പുഞ്ചിരിച്ചു, തലയാട്ടി അവരുടെ അനുശോചനങ്ങൾ ഏറ്റുവാങ്ങി. ഓരോരുത്തരും ഭർത്താവിനെക്കുറിച്ച് വാചാലരായി. നാടിന് തീരാ നഷ്ടമാണ്. ഹാജിയാരെപ്പോലെ ഒരാൾ ഇനിയില്ല. പള്ളികൾക്ക് അദ്ദേഹം നൽകിയ സഹായങ്ങൾ. വാക്കുകൾ അന്തരീക്ഷത്തിൽ ചിതറിവീണു. ഫാത്തിമ ബീവി എല്ലാം കേട്ടിരുന്നു. എന്നാൽ അവരുടെ മനസ്സ് അവിടെ എങ്ങുമായിരുന്നില്ല. 40 ദിവസമായി ആവർത്തിക്കുന്ന ഈ വാക്കുകൾക്ക് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവ് നട്ടുവളർത്തിയ ചെമ്പകമരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. അദ്ദേഹം പോയതറിയാതെ പ്രകൃതി അതിന്റെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിച്ചു. ഇബ്രാഹിം ഹാജി. ആ പേരിന് സമൂഹം നൽകിയ വില വലുതായിരുന്നു. ഗൗരവക്കാരൻ, കാർക്കശ്യക്കാരൻ, ആർക്കും എളുപ്പത്തിൽ പിടികൊടുക്കാത്ത പ്രകൃതം. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം പോലെ തന്നെയായിരുന്നു സ്വഭാവവും, ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതും. അദ്ദേഹത്തോടൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തനിക്ക് ലഭിച്ചിരുന്ന ആദരവും ബഹുമാനവും ഫാത്തിമ ബീവി ആസ്വദിച്ചിരുന്നു. ആ വലിയ മനുഷ്യന്റെ ഭാര്യ എന്ന പദവി അവർക്ക് നൽകിയ സുരക്ഷിതത്വവും പ്രതാപവും ചെറുതായിരുന്നില്ല. പക്ഷേ ആ വലിയ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവർ അനുഭവിച്ച ഒരുതരം ഏകാന്തതയുണ്ടായിരുന്നു. സ്നേഹത്തേക്കാൾ കടമകൾക്ക് പ്രാധാന്യം നൽകിയ ജീവിതം. അദ്ദേഹത്തിന്റെ ലോകം എപ്പോഴും തിരക്കുകളുടേതായിരുന്നു. ഫാത്തിമയുടെ ലോകം ആ വലിയ വീട്ടിലും ആഡംബരങ്ങളിലും ഒതുങ്ങി. ഇപ്പോൾ അദ്ദേഹം പോയപ്പോൾ അനുഭവപ്പെടുന്ന ഈ ശൂന്യത, അത് സ്നേഹത്തിന്റെ നഷ്ടം കൊണ്ടാണോ, അതോ തനിക്ക് തണലായി നിന്ന ആ വലിയ പ്രതാപം ഇല്ലാതായതുകൊണ്ടാണോ? അവർക്ക് സ്വയം വേർതിരിച്ചറിയാനായില്ല. പ്രാർത്ഥനകൾ അവസാനിച്ചു. ആളുകൾ ഭക്ഷണത്തിനായി പിരിഞ്ഞു. വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിലും അവർ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചു. യാന്ത്രികമായി നടക്കുന്ന ചടങ്ങുകൾ, ആത്മാർത്ഥതയില്ലാത്ത മുഖങ്ങൾ. അവർക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. എനിക്കൊന്ന് ഖബർസ്ഥാനം വരെ പോകണം, അവർ അടുത്തുനിന്ന സഹോദരനോട് പറഞ്ഞു. ബീവി, തനിച്ചോ? ഈ സമയത്ത് ഞാൻ വരാം കൂടെ. വേണ്ട, എനിക്ക് തനിച്ചു പോയാൽ മതി. അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ കണ്ണുവെട്ടിച്ച് ആരുടെയും സഹായമില്ലാതെ അവർ പുറത്തേക്കിറങ്ങി. ഡ്രൈവർ കാറുമായി തയ്യാറായി നിന്നിരുന്നു. വേണ്ട, ഞാൻ നടന്നോളാം എന്നു പറഞ്ഞ് അവർ അവനെയും തിരിച്ചയച്ചു. തറവാട്ടുപറമ്പിന്റെ അതിരിലുള്ള പള്ളിയോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനിലേക്ക് അവർ നടന്നു. 40 ദിവസത്തെ കെട്ടിവെച്ച ദുഃഖം ഒരു അണക്കെട്ടുപോലെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആൾക്കാരില്ലാതെ, ആരും കാണാതെ അദ്ദേഹത്തിന്റെ ഖബറിനരികിലിരുന്ന് ഒന്നു കരയണം. ഒരുപക്ഷെ ആ കണ്ണുനീരിലൂടെയെങ്കിലും തങ്ങളുടെ ആത്മാക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലോ? ഖബർസ്ഥാന്റെ ഗേറ്റ് കടക്കുമ്പോൾ നേർത്തൊരു കാറ്റവരെ തഴുകി. സമയം മധ്യാഹ്നം കഴിഞ്ഞിരുന്നു. ആരും അവിടെയുണ്ടാകുമെന്ന് അവർ കരുതിയില്ല. പക്ഷെ അവിടെ ഒരാളുണ്ടായിരുന്നു. ഇബ്രാഹിം ഹാജിയുടെ ഖബറിന് മുകളിലെ പച്ചപ്പുല്ലിൽ തലചായ്ച്ച് മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ. അവന്റെ ചുമലുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, വെയിലേറ്റുവാടിയ മുഖം, തീരദേശത്തുനിന്ന് വരുന്ന കുട്ടികളെ കണ്ടാലറിയാവുന്ന ഒരുതരം ഉപ്പുഗന്ധം അവനെ പൊതിഞ്ഞിരുന്നുവോ എന്ന് ഫാത്തിമ ബീവിക്ക് തോന്നി. അവന്റെ തേങ്ങലിന് ആഴമുണ്ടായിരുന്നു. താൻ ഇത്രയും ദിവസം ഉള്ളിലൊതുക്കിയ കണ്ണുനീരിനേക്കാൾ ചൂടുണ്ടായിരുന്നു അവന്റെ കണ്ണുനീരിന്. ഫാത്തിമ ബീവി ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി. ആരാണവൻ? തനിക്കറിയാത്ത തന്റെ ഭർത്താവിന്റെ ലോകത്തെ ഏത് കോണിൽ നിന്നാണ് ഈ പയ്യൻ വരുന്നത്? അവർ അവന്റെ അടുത്തേക്ക് നടന്നു. അവരുടെ കാൽപ്പെരുമാറ്റം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഭയവും അത്ഭുതവും നിറഞ്ഞ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. നീ ആരാണ്? ഇവിടെ എന്താ കാര്യം?
ഫാത്തിമ ബീവിയുടെ ശബ്ദത്തിൽ അധികാരത്തിന്റെ നേർത്ത ധ്വനിയുണ്ടായിരുന്നു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൻ പറഞ്ഞു, അങ്ങേരെനിക്ക് വല്യുപ്പയെപ്പോലെയായിരുന്നു. ആ ഉത്തരം ഒരു ഇടിമുഴക്കം പോലെയാണ് ഫാത്തിമ ബീവിയുടെ കാതുകളിൽ പതിച്ചത്. വല്യുപ്പയോ? സമൂഹത്തിലെ ഉന്നതരുമായി മാത്രം ഇടപഴകിയിരുന്ന സ്വന്തം പേരക്കുട്ടികളോട് പോലും ചിരിക്കുന്നതിൽ പിശുക്ക് കാണിച്ചിരുന്ന തന്റെ ഭർത്താവിനെയാണോ ഈ ചേറുമണം പുരണ്ട പയ്യൻ വല്യുപ്പ എന്ന് വിളിക്കുന്നത്? അവർക്ക് വിശ്വസിക്കാനായില്ല. ആ നിമിഷം താൻ ജീവിച്ചിരുന്ന ലോകത്തിന്റെ അപ്പുറത്ത് താൻ അറിയാത്ത ഒരു വലിയ രഹസ്യം ഭർത്താവ് ഒളിപ്പിച്ചു വച്ചിരുന്നു എന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു. ആ ഖബറിടത്തിൽ ആ പയ്യന്റെ മുന്നിൽ നിൽക്കുമ്പോൾ താൻ എത്രയോ ചെറുതായിപ്പോയെന്ന് അവർക്ക് ആദ്യമായി തോന്നി. ആ പയ്യന്റെ വാക്കുകൾ ഒരു കനൽ പോലെ ഫാത്തിമ ബീവിയുടെ ഹൃദയത്തിൽ വീണു. അവർ തിരികെ തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ആ ചോദ്യം അവരുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. വല്യുപ്പയോ? വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴും അവരുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആളൊഴിഞ്ഞിരുന്നു. വലിയ വീടിന്റെ നിശബ്ദത അന്ന് ആദ്യമായി അവരെ ഭയപ്പെടുത്തി. ഓരോ മുക്കും മൂലയും ഭർത്താവിന്റെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഓർമ്മകൾക്കെല്ലാം അവർക്കറിയാത്ത ഒരു മുഖം കൂടിയുണ്ടെന്ന് തോന്നി. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആഡംബരം നിറഞ്ഞ ആ വലിയ കിടപ്പുമുറിയിൽ വില കൂടിയ മെത്തയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ആ കീറിയ വസ്ത്രം ധരിച്ച പയ്യന്റെ കരയുന്ന മുഖം അവരുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞില്ല. ആരായിരിക്കും അവൻ? എന്തിനായിരിക്കും അവൻ കരഞ്ഞത്? ആദ്യം അവർക്ക് സംശയം തോന്നി. ഹാജിയാരുടെ മരണശേഷം സഹായം ചോദിച്ച് പലരും വരുന്നുണ്ട്. അതുപോലൊരു തട്ടിപ്പുകാരനായിരിക്കുമോ? പക്ഷേ അവന്റെ കണ്ണുകളിലെ നിഷ്കളങ്കമായ വേദന ഒരു തട്ടിപ്പുകാരൻ്റേതായിരുന്നില്ല. അതിന് ആത്മാർത്ഥതയുടെ ആഴമുണ്ടായിരുന്നു. അങ്ങേരെനിക്ക് വല്യുപ്പയെ പോലെയായിരുന്നു. ആ വാക്കുകൾക്ക് മുന്നിൽ അവരുടെ എല്ലാ സംശയങ്ങളും അലിഞ്ഞില്ലാതായി. ഒരുപക്ഷേ താൻ അറിയാത്ത ഒരു ഇബ്രാഹിം ഹാജി ഉണ്ടായിരുന്നിരിക്കുമോ? പള്ളികൾക്കും യതീംഖാനകൾക്കും ലക്ഷങ്ങൾ സംഭാവന നൽകുമ്പോൾ അതിന്റെ രസീതുകൾ കൃത്യമായി ഫയൽ ചെയ്തിരുന്ന ഓരോ കണക്കും സൂക്ഷിച്ചിരുന്ന ഭർത്താവിന്റെ ചിത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കണക്കുകളിലൊന്നും പെടാത്ത ഒരു ലോകം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവില്ലാത്ത ഒരു പ്രേരണയോടെ അവർ ഭർത്താവിന്റെ ഓഫീസ് മുറിയിലേക്ക് കയറി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവർ ആ മുറിയിൽ തനിച്ച് കയറുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അതൊരു നിരോധിത മേഖല പോലെയായിരുന്നു. ആ മുറിയുടെ ഗൗരവം അദ്ദേഹത്തിന്റെ സ്വഭാവം പോലെയായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ ഫയലുകൾ ഓരോന്നായി തുറന്നു നോക്കി. വലിയ സംഭാവനകളുടെ കണക്കുകൾ, ബിസിനസ് ഇടപാടുകളുടെ രേഖകൾ എല്ലാം കൃത്യമായി അടുക്കിവെച്ചിരിക്കുന്നു. ഓരോ രേഖയും സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനത്തെ ഉറപ്പിച്ചു. പക്ഷേ ഫാത്തിമ ബീവി തിരഞ്ഞത് അതായിരുന്നില്ല. അവർ തിരഞ്ഞത് ആ കണക്കുകളിലൊന്നും പെടാത്ത, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെയായിരുന്നു. മണിക്കൂറുകളോളം അവർ ആ മുറിയിൽ ചെലവഴിച്ചു. ഒന്നും കണ്ടെത്താനായില്ല. നിരാശയോടെ അവർ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് മേശയുടെ അടിയിലുള്ള ഒരു പഴയ തടിപ്പെട്ടിയുടെ മുകളിൽ അവരുടെ കണ്ണുടക്കിയത്. അദ്ദേഹം തന്റെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയായിരുന്നു അത്. ആരും അത് തുറന്നു നോക്കാറില്ലായിരുന്നു. ഒരുതരം ആകാംക്ഷയോടെ അവർ അത് തുറന്നു. അതിനുള്ളിൽ പഴയ ഡയറി കുറിപ്പുകൾ, ചില കത്തുകൾ, പഴയ കണ്ണട, വാച്ച് എല്ലാം പൊടിപിടിച്ച് കിടന്നിരുന്നു. ആ പഴയ സാധനങ്ങൾക്കിടയിൽ ഒട്ടും ചേരാത്ത രീതിയിൽ ഒരു ചെറിയ നോട്ട് പുസ്തകം അവർ കണ്ടു. വില കുറഞ്ഞ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ചെറിയ പുസ്തകം. അതിന്റെ പുറംചട്ടയിൽ ചിത്രങ്ങളോ പേരോ ഉണ്ടായിരുന്നില്ല. വിറയ്ക്കുന്ന കൈകളോടെ ഫാത്തിമ ബീവി ആ പുസ്തകം കയ്യിലെടുത്തു. അതിന്റെ താളുകൾ മറിക്കുമ്പോൾ അവരുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു. അത് വെറുമൊരു നോട്ട് പുസ്തകമായിരുന്നില്ല. അതൊരു രഹസ്യ ലോകത്തേക്കുള്ള വാതിലായിരുന്നു. ആദ്യത്തെ താളിൽ ഒരു പ്രാർത്ഥന കുറിപ്പിട്ടിരുന്നു. എന്റെ നാഥ, എന്റെ വലതുകൈ കൊടുക്കുന്നത് എന്റെ ഇടതുകൈ അറിയാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. അടുത്ത താളുകൾ മുതൽ അവർ കണ്ടത് പേരുകളുടെയും അക്കങ്ങളുടെയും ഒരു നീണ്ട നിരയായിരുന്നു. അവർക്കോ അവരുടെ കുടുംബത്തിനോ പരിചയമില്ലാത്ത പേരുകൾ, തീരദേശ ഗ്രാമങ്ങളുടെ പേരുകൾ. ഓരോ പേരിനു നേരെയും ചെറിയ തുകകൾ കുറിച്ചിട്ടിരുന്നു. നജീബ് 10ാം ക്ലാസ് ഫീസ്, ആമിന തയ്യൽ മെഷീൻ, റഷീദ് കട തുടങ്ങാൻ. ഓരോ താളും മറിയുന്തോറും ഫാത്തിമ ബീവി ഞെട്ടുകയായിരുന്നു. താൻ കണ്ടിരുന്ന പ്രതാപത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിം ഹാജിയായിരുന്നില്ല ഈ പുസ്തകത്തിൽ. ഇത് മറ്റൊരാളായിരുന്നു. ആരും കാണാതെ, ആരുടെയും പ്രശംസ ആഗ്രഹിക്കാതെ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ ഒരു സാധാരണ മനുഷ്യൻ.
താൻ ഇത്രയും കാലം കൂടെ ജീവിച്ചത് ഈ മനുഷ്യനെയായിരുന്നില്ല, അദ്ദേഹത്തിന്റെ നിഴലിനെ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് ഒരു വലിയ തിരമാല പോലെ വന്ന് അവരുടെ കാലിനടിയിലെ മണ്ണ് ഒഴുക്കിക്കൊണ്ടുപോയി. ആ നിമിഷം ആ മുറിയിലിരുന്ന് അവർ ആദ്യമായി തനിച്ചായിരുന്നില്ല. താൻ തിരഞ്ഞുകൊണ്ടിരുന്ന ഭർത്താവിന്റെ ആത്മാവ് ആ പുസ്തകത്തിലെ അക്ഷരങ്ങളിലൂടെ അവരോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ആ ചെറിയ നോട്ടുപുസ്തകത്തിലെ ഓരോ താളും ഫാത്തിമ ബീവിയുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടു. അതൊരു കണക്ക് പുസ്തകം മാത്രമായിരുന്നില്ല, അതൊരു ജീവിതമായിരുന്നു. കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും മഷി കൊണ്ടെഴുതിയ ജീവിതം. ഒരു താളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: ഇന്ന് റഷീദിന്റെ പലചരക്ക് കട തുടങ്ങി. അവന്റെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എന്റെ ബാപ്പയുടെ കൈ പിടിച്ച് ആദ്യമായി പട്ടണത്തിൽ പോയതാണ് ഓർമ്മ വന്നത്. അന്ന് ഞാനും അതുപോലെ സ്വപ്നം കണ്ടിരുന്നു. റബ്ബേ, അവന്റെ സ്വപ്നങ്ങൾക്ക് നീ ചിറകുകൾ നൽകണമേ. മറ്റൊരു താളിൽ അമിനയുടെ ഉമ്മ ഇന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. തയ്യൽ മെഷീൻ കിട്ടിയപ്പോൾ ആ കുട്ടി കരയുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ഫാത്തിമ പുതിയ സാരിക്ക് വേണ്ടി വാശി പിടിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. ആ പണമുണ്ടായിരുന്നെങ്കിൽ ഈ തീരത്തെ എത്രയോ പെൺകുട്ടികൾക്ക് ഒരു ജീവിതമാർഗം നൽകാമായിരുന്നു. എന്റെ ഫാത്തിമയോട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഈ ലോകം അവളിൽ നിന്ന് മറച്ചുവെക്കുന്നത് തെറ്റാണോ? പക്ഷേ അവൾക്കിതൊന്നും താങ്ങാനാവില്ല. അവൾ വളർന്ന സാഹചര്യങ്ങൾ അതാണ്. ആ വരികൾ വായിച്ചപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ സ്വർണത്തിനും പട്ടിനും വേണ്ടി വാശി പിടിച്ച നിമിഷങ്ങളെക്കുറിച്ചോർത്തപ്പോൾ അവർക്ക് സ്വയം ലജ്ജ തോന്നി. താൻ അണിഞ്ഞൊരുങ്ങി നടന്നപ്പോൾ തന്റെ ഭർത്താവ് ഈ ചെളിയും ഉപ്പുമണം പുരണ്ട ജീവിതങ്ങൾക്ക് തണലാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗൗരവത്തിനു പിന്നിൽ ഇത്രയും വലിയൊരു സ്നേഹത്തിന്റെ കടലുണ്ടായിരുന്നു എന്ന് താൻ എന്തുകൊണ്ടറിഞ്ഞില്ല? അവർ ആ പുസ്തകം നെഞ്ചോട് ചേർത്തുവെച്ച് ഒരുപാട് നേരം കരഞ്ഞു. ആ കണ്ണുനീരിന് പശ്ചാത്താപത്തിന്റെ ചൂടുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ ആരുടെ കൂടെയാണ് ജീവിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ അവർക്ക് ഉത്തരമുണ്ടായിരുന്നു. താൻ ജീവിച്ചത് ഒരു മനുഷ്യന്റെ കൂടെയായിരുന്നില്ല, ഒരു നിഴലിന്റെ കൂടെയായിരുന്നു. യഥാർത്ഥ ഇബ്രാഹിം ഹാജി ജീവിച്ചത് ഈ ഡയറി കുറിപ്പുകളിലും ആ പാവപ്പെട്ടവരുടെ ഹൃദയങ്ങളിലുമായിരുന്നു. ആ രാത്രി അവർ ഒരു തീരുമാനമെടുത്തു: ഈ രഹസ്യം ഇനിയും ഒരു രഹസ്യമായി തുടരാൻ പാടില്ല. ഭർത്താവിന്റെ ആത്മാവ് എവിടെയായിരുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞതുപോലെ ആ വെളിച്ചം ലോകം കാണണം. അതിലുപരി തനിക്ക് നേരിൽ കാണണം ആ ലോകം. ആ ഡയറിയിൽ ആദ്യം കണ്ട പേര് അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു: നജീബ്. പിറ്റേന്ന് രാവിലെ ആരും ഉണരുന്നതിനു മുൻപ് ഫാത്തിമ ബീവി എഴുന്നേറ്റു. അവർ ഏറ്റവും സാധാരണമായ ഒരു കോട്ടൺ സാരി ഉടുത്തു. ആഭരണങ്ങളൊന്നും അണിഞ്ഞില്ല. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവർക്ക് സ്വയം അപരിചിതത്വം തോന്നി. പ്രതാപത്തിന്റെ മുഖംമൂടിയില്ലാത്ത ഒരു സാധാരണ സ്ത്രീ. അവർ ഡ്രൈവറെ വിളിച്ചു: വണ്ടി ഇറക്ക്, നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. എങ്ങോട്ടാണ് ബീവി? തീരത്തേക്ക്, അവർ പറഞ്ഞു. വില കൂടിയ മെഴ്സിഡസ് കാർ ടാറിട്ട റോഡിൽ നിന്ന് മാറി ഇടുങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഡ്രൈവർ സംശയത്തോടെ അവരെ തിരിഞ്ഞുനോക്കി. ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. അവരുടെ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിലായിരുന്നു. ഓലമേഞ്ഞ കുടിലുകൾ, മീൻപിടിത്ത വലകൾ, ഉണക്കാനിട്ട മുറ്റങ്ങൾ, വഴിയരികിൽ കളിക്കുന്ന ഉടുതുണിയില്ലാത്ത കുട്ടികൾ. കാറിന്റെ ഗ്ലാസിനിപ്പുറം അവർ കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. താൻ ജീവിച്ചിരുന്ന ലോകത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള, എന്നാൽ തന്റെ ഭർത്താവ് ഹൃദയത്തോട് ചേർത്തുവെച്ച ഒരു ലോകം. അവർ നജീബിന്റെ പേരും അവിടുത്തെ പ്രധാന പള്ളിയുടെ പേരും ഡ്രൈവർക്ക് പറഞ്ഞുകൊടുത്തു. ഒരു ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നജീബിനെ അറിയാമായിരുന്നു. ആ കടലിൽ പോയി മരിച്ച ഇസ്മായിലിന്റെ മോനല്ലേ? ആ മൂലയ്ക്ക് കാണുന്ന പച്ച പെയിന്റടിച്ച വീടാണ്. അവരുടെ കാർ ആ ചെറിയ വീടിന്റെ മുന്നിൽ ചെന്നു നിന്നപ്പോൾ മുറ്റത്തുനിന്ന് കുറേ കുട്ടികൾ അത്ഭുതത്തോടെ ഓടിവന്നു. ആ വീടിന്റെ വാതിൽക്കൽ ഒരു സ്ത്രീയും പ്രത്യക്ഷപ്പെട്ടു, നജീബിന്റെ ഉമ്മ. അവരുടെ മുഖത്ത് ഭയവും ആകാംക്ഷയും നിഴലിച്ചു. ഫാത്തിമ ബീവി കാറിൽ നിന്നിറങ്ങി. അവരുടെ കാലുകൾ ചെളി പുരണ്ട ആ മണ്ണിൽ പതിഞ്ഞപ്പോൾ താൻ മറ്റൊരു ലോകത്ത് കാലുകുത്തിയതായി അവർക്ക് തോന്നി. ഞാൻ ഇബ്രാഹിം ഹാജിയുടെ ഭാര്യയാണ്. അവരുടെ ശബ്ദം ഇടറിയിരുന്നു. ആ വാക്കുകൾ കേട്ടതും ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അകത്തേക്ക് നോക്കി വിളിച്ചു: നജീബേ, മോനെ, ഇങ്ങോട്ട് വന്നേ. അകത്തുനിന്ന് പുറത്തേക്ക് വന്നത് അതേ പയ്യനായിരുന്നു. ഖബർസ്ഥാനിൽ വെച്ച് കണ്ട അതേ മുഖം. പക്ഷേ ഇപ്പോൾ ആ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, അടക്കാനാവാത്ത അത്ഭുതമായിരുന്നു. തങ്ങളുടെ ചെറിയ കുടിലിന്റെ മുറ്റത്ത് തനിക്ക് വല്യുപ്പ ആയിരുന്ന ആ വലിയ മനുഷ്യന്റെ ഭാര്യ നിൽക്കുന്നു. അവരൊന്നും
മിണ്ടാനാവാതെ നിന്നുപോയി. ഫാത്തിമ ബീവി അവന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ തലയിൽ മെല്ലെ തലോടി. മോനാണല്ലേ നജീബ്? അവൻ അതേ എന്ന് തലയാട്ടി. ആ നിമിഷം ആ തീരദേശ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു പ്രതാപിയായ സ്ത്രീയുടെയും ഒരു പാവപ്പെട്ട പയ്യന്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അത് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള സംഗമമായിരുന്നില്ല, ഒരേ സ്നേഹത്തിന്റെ പേരിൽ ഒന്നിച്ച രണ്ട് ഹൃദയങ്ങളുടെ കണ്ടുമുട്ടലായിരുന്നു. നജീബിന്റെ അമ്മ റുഖിയ ഒരു പഴയ പായ വിരിച്ച് ഫാത്തിമ ബീവിയെ ഇരിക്കാൻ ക്ഷണിച്ചു. ആ ചെറിയ വീടിന്റെ ഇടുങ്ങിയ മുറിയിലിരിക്കുമ്പോൾ തന്റെ വലിയ തറവാട്ടിലെ മാർബിൾ പതിച്ച നിലകളേക്കാൾ ഒരുതരം ആത്മബന്ധം ആ പായയോട് ഫാത്തിമ ബീവിക്ക് തോന്നി. റുഖിയ ഒരു ഗ്ലാസിൽ കട്ടൻ ചായ പകർന്നു നീട്ടി. അതിന്റെ മധുരത്തിന് സ്നേഹത്തിന്റെ രുചിയുണ്ടായിരുന്നു. ഹാജിയാർ വരുമ്പോഴൊക്കെ ഇവിടെയിരുന്നാണ് ചായ കുടിക്കാറ്, റുഖിയ പറഞ്ഞു തുടങ്ങി. വലിയ മനുഷ്യനാണെന്നുള്ള ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാരണവരെപ്പോലെയായിരുന്നു. എന്റെ ഇസ്മായിൽക്ക കടലിൽ പോയിട്ട് തിരിച്ചു വരാതായപ്പോ ഈ മക്കളെയും കൊണ്ട് എന്തു ചെയ്യുമെന്നറിയാതെ ഞാൻ തളർന്നു പോയതാ. അന്ന് ദൈവം അയച്ചതുപോലെയാണ് ഹാജിയാർ ഇങ്ങോട്ട് വന്നത്. നജീബിന്റെ പഠിപ്പ് മുടങ്ങരുതെന്ന് പറഞ്ഞു. അവൻ പഠിച്ച് വലിയ ആളാകുന്നത് കാണണമെന്നായിരുന്നു അങ്ങേരുടെ ഏറ്റവും വലിയ ആഗ്രഹം. നജീബ് അവരുടെ സംഭാഷണം കേട്ട് നിശബ്ദനായി അരികിലിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയപ്പാട് മാഞ്ഞു തുടങ്ങിയിരുന്നു. പകരം തന്റെ വല്യുപ്പയെക്കുറിച്ച് പറയാൻ കിട്ടിയ അവസരത്തിന്റെ തിളക്കം ആ കണ്ണുകളിൽ നിറഞ്ഞു. വല്യുപ്പ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിത്തരും, പേന വാങ്ങിത്തരും. എന്നിട്ട് പറയും, നജീബേ, അറിവാണ് ഏറ്റവും വലിയ ആയുധം. അത് ആർക്കും നിന്നിൽ നിന്ന് മോഷ്ടിക്കാനാവില്ല എന്ന് അവൻ ഓർത്തു. ഫാത്തിമ ബീവി ഓരോ വാക്കും ഒരു പ്രാർത്ഥന പോലെയാണ് കേട്ടത്. തന്റെ ഭർത്താവിന്റെ ശബ്ദം ആ പാവപ്പെട്ടവരുടെ വാക്കുകളിലൂടെ പുനർജനിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞു. എനിക്ക് അദ്ദേഹം സഹായിച്ച മറ്റു ചിലരെ കൂടി കാണണം, ഫാത്തിമ ബീവി നജീബിനോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് നജീബിന്റെ മുഖം വിടർന്നു. അവനായിരുന്നു ആ നിമിഷം ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ. തന്റെ വല്യുപ്പയുടെ നന്മയുടെ ലോകം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചുകൊടുക്കാൻ കിട്ടിയ അവസരം. അവൻ മുന്നിൽ നടന്നു. ഫാത്തിമ ബീവി അവനെ അനുഗമിച്ചു. വില കൂടിയ കാർ ആ ഗ്രാമത്തിന് ചേരാത്തതായിരുന്നു. അവർ ചെളി നിറഞ്ഞ ഇടവഴികളിലൂടെ നടന്നു. ആദ്യം അവർ പോയത് ആമിനയുടെ വീട്ടിലേക്കാണ്. മുറ്റത്ത് പുതിയ തയ്യൽ മെഷീനിൽ തുണി തയ്ച്ചുകൊണ്ടിരുന്ന ആമിന അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് നന്ദി കൊണ്ട് വാക്കുകൾ മുട്ടിപ്പോയിരുന്നു. ഹാജിയാർ തന്നതാ ഇത്. ഇപ്പൊ 4 കാശുണ്ടാക്കാൻ എനിക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട, അവൾ പറഞ്ഞു. പിന്നീടവർ റഷീദിന്റെ ചെറിയ പലചരക്ക് കടയിലേക്ക് പോയി. ഭർത്താവിന്റെ ഡയറിയിൽ കണ്ട അതേ കട. റഷീദ് ഓടിവന്ന് അവരുടെ കൈ പിടിച്ച് കടയുടെ അകത്തേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം ഹാജിയാർ കാരണമാ ബീവി, അല്ലെങ്കിൽ ഞാനിപ്പോഴും വല്ല കൂലിപ്പണിക്കും പോകേണ്ടവനായിരുന്നു. ഓരോ വീടും ഓരോ കഥ പറഞ്ഞു. ഓരോ മുഖത്തും ഇബ്രാഹിം ഹാജി എന്ന നന്മ മരത്തിന്റെ തണലുണ്ടായിരുന്നു. ഫാത്തിമ ബീവി അത്ഭുതത്തോടെ ആ കാഴ്ചകൾ കണ്ടു. താൻ അറിഞ്ഞിരുന്ന ബിസിനസ്സുകാരനായ ഗൗരവക്കാരനായ ഭർത്താവായിരുന്നില്ല ഇത്. ഇത് സ്നേഹം കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ ദത്തെടുത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു. നടന്നു നടന്ന് അവർ ഒരു ചെറിയ കുടിലിന്റെ മുന്നിലെത്തി. ആ വീടിന്റെ വാതിൽക്കൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു തൂക്കിയിരുന്നു. അതിൽ 2 ചിത്രങ്ങൾ. ഒന്ന് ഒരു പുണ്യപുരുഷന്റെ ചിത്രം, അതിനടുത്തായി ചിരിക്കുന്ന മുഖത്തോടെ ഇബ്രാഹിം ഹാജിയുടെ ഒരു പഴയ ഫോട്ടോ. ആ വീടിന്റെ ഐശ്വര്യമെന്നോണം അവർ ആ ചിത്രത്തെ സൂക്ഷിച്ചിരുന്നു. ആ കാഴ്ച ഫാത്തിമ ബീവിയുടെ എല്ലാ നിയന്ത്രണങ്ങളെയും തകർത്തു. അവരുടെ പ്രതാപത്തിന്റെ അവസാനത്തെ കണികയും ആ നിമിഷം അലിഞ്ഞില്ലാതായി. താൻ പണിതുകൊടുത്ത പള്ളികളിലെ മാർബിൾ കല്ലുകളിലായിരുന്നില്ല, ഈ പാവപ്പെട്ടവന്റെ ചാണകം മെഴുകിയ ചുവരിലായിരുന്നു തന്റെ ഭർത്താവിന്റെ യഥാർത്ഥ സ്ഥാനമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ആ വീടിന്റെ തിണ്ണയിലിരുന്ന് മുഖം പൊത്തിക്കരഞ്ഞു. നജീബ് എന്തു ചെയ്യണമെന്നറിയാതെ അവരുടെ അരികിൽ നിന്നു. തിരികെ തറവാട്ടിലേക്ക് കാറിൽ മടങ്ങുമ്പോൾ ഫാത്തിമ ബീവി ഒരുപാട് മാറിയിരുന്നു. അവരുടെ കണ്ണുകളിലെ പ്രതാപത്തിന്റെ തിളക്കം മാഞ്ഞ് പകരം ശാന്തമായ ഒരുറച്ച തീരുമാനത്തിന്റെ വെളിച്ചം നിറഞ്ഞിരുന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് ഭർത്താവിന്റെ സഹോദരൻ ജമാൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഹാജിയാരുടെ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ നോക്കി നടത്തുന്നത് അയാളാണ്. ഡ്രൈവറിൽ നിന്ന് വിവരമറിഞ്ഞാണ് അയാൾ ഓടിവന്നത്.
അയാളുടെ മുഖത്ത് ദേഷ്യവും ആശങ്കയും പ്രകടമായിരുന്നു. ഇത്താ, നിങ്ങൾ എന്താണീ കാണിക്കുന്നത്? ആ ചേരിയിലേക്ക് ഈ കാറും കൊണ്ട് പോയെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഇക്കയുടെ പേരിനും പ്രശസ്തിക്കും നിങ്ങൾ കളങ്കം ചാർത്തുകയാണോ? നാളെ നാട്ടുകാർ എന്തു പറയും? ജമാലിന്റെ ശബ്ദമുയർന്നു. ഫാത്തിമ ബീവി ശാന്തമായി അയാളെ നോക്കി. ജമാലേ, നിങ്ങളറിഞ്ഞ ഇക്കയല്ല യഥാർത്ഥ ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന്റെ പേരിന് കളങ്കമല്ല, യഥാർത്ഥ അർത്ഥം നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്ത് അർത്ഥം? ആർക്കും വേണ്ടാത്ത കുറേ ആളുകൾക്ക് പണം വാരിക്കോരി കൊടുക്കുന്നതോ? ഇക്കയുടെ പേരിൽ നമുക്കൊരു വലിയ കോളേജ് പണിയാം, അല്ലെങ്കിൽ ഒരു ആശുപത്രി തുടങ്ങാം. അതാണ് പ്രതാപം. അല്ലാതെ ഈ ചെളിയിലും ചേറ്റിലും പോയി പണം കളയുന്നതല്ല. ജമാലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് മനസ്സിലായി, ഭർത്താവ് എന്തുകൊണ്ടാണ് ഈ ലോകം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചതെന്ന്. ഈ പ്രതാപത്തിന്റെ കാവൽക്കാർക്ക് ഒരിക്കലും ആ നന്മയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടത് പേരാണ്, പാവപ്പെട്ടവന്റെ കണ്ണീരല്ല. ആ നിമിഷം ആ വലിയ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് അവർ തന്റെ തീരുമാനം ഉറപ്പിച്ചു. ഭർത്താവ് കൊളുത്തിവെച്ച ഈ വിളക്കുകൾ അണയാതെ സൂക്ഷിക്കുക എന്നത് മാത്രമല്ല, തന്റെ ദൗത്യം ജമാലിനെപ്പോലുള്ള സ്വാർത്ഥരിൽ നിന്ന് അതിനെ സംരക്ഷിക്കുക എന്നതുകൂടിയാണ്. ആ വലിയ സ്വത്തിന് ഒരു പുതിയ അവകാശി ജനിക്കുകയായിരുന്നു. ജമാലുമായുള്ള ആ സംഭാഷണത്തിന് ശേഷം താൻ ഒറ്റയ്ക്കാണ് ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഫാത്തിമ ബീവിക്ക് ഉറപ്പായിരുന്നു. ജമാൽ വെറുതെയിരിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഇബ്രാഹിം ഹാജിയുടെ പ്രതാപത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പണവും അധികാരവും കൊണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ പുതിയ അവകാശിയായ ജമാലിന് പാവപ്പെട്ടവന്റെ കണ്ണുനീരിന് ഒരു വിലയുമുണ്ടായിരുന്നില്ല. അയാൾ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. 2 ദിവസങ്ങൾക്കകം തറവാട്ടിലേക്ക് പ്രധാന ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഒരു അടിയന്തര കുടുംബയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണെന്ന് ഫാത്തിമ ബീവി അറിഞ്ഞു. വിഷയം ഫാത്തിമ ബീവിയുടെ മാനസിക നിലയും കുടുംബസ്വത്തിന്റെ ഭാവിയും. ആ വലിയ ഹാളിന്റെ നടുവിലായി വിലകൂടിയ പരവതാനിയിൽ ബന്ധുക്കളിരുന്നു. ജമാലായിരുന്നു പ്രധാന ന്യായാധിപന്റെ സ്ഥാനത്ത്. ഫാത്തിമ ബീവി അങ്ങോട്ട് കടന്നു വന്നപ്പോൾ എല്ലാവരും അവരെ ഒരു കുറ്റവാളിയെ എന്ന പോലെ നോക്കി. ഒരു കാലത്ത് ആ വീടിന്റെ പ്രൗഢിയായിരുന്ന അതേ സ്ത്രീ ഇന്ന് അവിടെയൊരു വിചാരണ നേരിടുകയാണ്. ഇത്ത, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയത്, ജമാൽ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി. ഇക്കയുടെ മരണശേഷം നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ ഇക്കയുടെ സ്വത്ത് മുഴുവൻ ആ ചേരിയിലുള്ളവർക്ക് എഴുതിക്കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മറ്റൊരു ബന്ധു അത് ഏറ്റുപിടിച്ചു. അതെ ഫാത്തിമ, നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? നമുക്ക് പേരും പ്രശസ്തിയുമുള്ളവരാണ്. നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കരുത്. ഓരോരുത്തരും അവരവരുടെ ഭാഗം പറഞ്ഞു. ചിലർ സഹതാപത്തോടെ, മറ്റു ചിലർ പുച്ഛത്തോടെ. ഫാത്തിമ ബീവി എല്ലാം ശാന്തമായി കേട്ടിരുന്നു. അവരുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ആ ചെറിയ നോട്ടുപുസ്തകം ഒരു പരിച പോലെ മുറുകെ പിടിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാൾ നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ ഫാത്തിമ ബീവിയിലായിരുന്നു. അവർ എഴുന്നേറ്റു. ആ നിമിഷം ആ ശബ്ദത്തിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരുറപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഭർത്താവിനെ അറിയാം. പ്രതാപശാലിയായ ഗൗരവക്കാരനായ ഇബ്രാഹിം ഹാജി അല്ലേ? അവർ ചോദിച്ചു. എല്ലാവരും തലയാട്ടി. എന്നാൽ എനിക്കിപ്പോൾ അറിയാവുന്നത് മറ്റൊരാളെയാണ്. നിങ്ങളുടെയെല്ലാം കണ്ണിൽ നിന്ന് അദ്ദേഹം മറച്ചുവെച്ച ഒരു പച്ചയായ മനുഷ്യനെ. അവർ കയ്യിലിരുന്ന ആ ചെറിയ നോട്ടുപുസ്തകം ഉയർത്തിക്കാണിച്ചു. ഇതാണ് യഥാർത്ഥ ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ താളുകളിലാണ് ജീവിക്കുന്നത്. ജമാൽ പുച്ഛത്തോടെ ചിരിച്ചു. ഒരു പഴയ പുസ്തകമോ? ഇതാണോ നിങ്ങളുടെ തെളിവ്? ഫാത്തിമ ബീവി ആ പുസ്തകത്തിലെ ഒരു താൾ തുറന്നു. അവർ വായിക്കാൻ തുടങ്ങി. ഇന്ന് തീരത്തുനിന്ന് മടങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. നജീബ് എന്ന പയ്യൻ കണക്കിൽ 100-ൽ 100 മാർക്കും വാങ്ങി ഓടിവന്നു. അവന്റെ ചിരി കണ്ടപ്പോൾ എന്റെ എല്ലാ ക്ഷീണവും മാറി. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഉറപ്പിക്കുമ്പോൾ കിട്ടാത്ത ഒരു സമാധാനം ആ കുട്ടിയുടെ തലയിൽ കൈവച്ചപ്പോൾ എനിക്ക് കിട്ടി. എന്റെ ഫാത്തിമയോട് ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അവൾക്കെന്നെ മനസ്സിലാകുമോ? ഈ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് അവൾ അറിയുമോ? അവർ
അടുത്ത താൾ മറിച്ചു. ജമാൽ ഇന്ന് പുതിയ കാർ വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അവനറിയില്ലല്ലോ, ആ പണമുണ്ടെങ്കിൽ ആമിനയെപ്പോലെ എത്രയോ പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കിട്ടുമെന്ന്. എന്റെ പ്രാർത്ഥന ഒന്നുമാത്രമാണ്, എന്റെ മരണശേഷം ഈ നന്മയുടെ ഉറവ വറ്റിപ്പോകരുതേ. ഹാളിൽ സമ്പൂർണ്ണ നിശബ്ദത. ജമാലിന്റെ മുഖം വിളറി വെളുത്തു. മറ്റു ബന്ധുക്കൾ പരസ്പരം നോക്കി. ആർക്കുമൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇബ്രാഹിം ഹാജിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങുന്നതുപോലെ അവർക്ക് തോന്നി. ഫാത്തിമ ബീവി പുസ്തകം മടക്കി. ഇതാണ് എന്റെ ഭർത്താവ്. നിങ്ങൾ കെട്ടിപ്പൊക്കിയ പ്രതാപത്തിന്റെ കോട്ടകൾക്ക് പുറത്ത് അദ്ദേഹം പണിത സ്നേഹത്തിന്റെ ഒരു ലോകം. ആ ലോകം അനാഥമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർ ജമാലിന് നേരെ തിരിഞ്ഞു. ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ എനിക്കുള്ള ഓഹരി എനിക്ക് വേണം. അത് വിറ്റ് ഞാനൊരു ട്രസ്റ്റ് രൂപീകരിക്കും. ഇബ്രാഹിം ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്മാരകം അതാണ്, അല്ലാതെ നിങ്ങൾ പണിയാൻ പോകുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല. ആ വാക്കുകൾക്ക് മുന്നിൽ മറുപടി പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഫാത്തിമ ബീവി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു യുദ്ധം ജയിച്ച പടയാളിയുടെ തലയെടുപ്പ് അവർക്കുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അവർ നജീബിനെ ഫോണിൽ വിളിച്ചു. നജീബ്, ഉമ്മ, അവൻ സ്നേഹത്തോടെ വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, വല്യുപ്പ തുടങ്ങിവെച്ചതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ അത് തുടരാൻ പോകുകയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ എനിക്ക് നിന്നെ വേണം. നിന്റെ പഠിപ്പും മറ്റു കാര്യങ്ങളും ഇനി എന്റെ ഉത്തരവാദിത്തമാണ്. നീ പഠിച്ച് വലിയ ആളാകണം. എന്നിട്ട് നമുക്കൊരുമിച്ച് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഫോണിന്റെ അങ്ങേ തലക്കൽ നജീബിന്റെ തേങ്ങൽ അവർക്ക് കേൾക്കാമായിരുന്നു. അത് ദുഃഖത്തിന്റെയല്ല, സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തതിന്റെ, ഒരു വലിയ സ്നേഹം തിരികെ കിട്ടിയതിന്റെ ആനന്ദക്കണ്ണീർ. ഭർത്താവിന്റെ സ്നേഹം മരിച്ചിരുന്നില്ല. അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അർഹതപ്പെട്ട കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. ഒരു പുതിയ തുടക്കത്തിനായി ആ തറവാട് സാക്ഷ്യം വഹിച്ചു. തറവാട്ടിലെ ആ വിചാരണയ്ക്ക് ശേഷം ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. ജമാലും മറ്റു ബന്ധുക്കളും എളുപ്പത്തിൽ വഴങ്ങിക്കൊടുത്തില്ല. സ്വത്തുഭാഗം വെക്കുന്നതിന് ചൊല്ലി അവർ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ടാക്കി. ഇബ്രാഹിം ഹാജിയുടെ പ്രശസ്തിയെയും കുടുംബത്തിന്റെ മഹിമയെയും അവർ ഒരു പരിചയായി ഉപയോഗിച്ചു. പക്ഷെ ഇപ്പോൾ ഫാത്തിമ ബീവി പഴയയാളായിരുന്നില്ല. അവരുടെ കയ്യിൽ ഭർത്താവിന്റെ നന്മയുടെ തെളിവുണ്ടായിരുന്നു. ഹൃദയത്തിൽ ആ നന്മ തുടരാനുള്ള ഉറച്ച തീരുമാനവും. നല്ലൊരു വക്കീലിന്റെ സഹായത്തോടെ അവർ നിയമപരമായി നീങ്ങി. ഭർത്താവിന്റെ സ്വത്തിൽ തനിക്കുള്ള ന്യായമായ ഓഹരി അവർ നേടിയെടുത്തു. ആ വലിയ തറവാടും അതിനോട് ചേർന്ന പറമ്പും വിറ്റുകിട്ടിയ പണം കൊണ്ട് അവർ ഇബ്രാഹിം ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനത്തിന് രൂപം നൽകി. ഫാത്തിമ ബീവി ആ വലിയ തറവാട് ഉപേക്ഷിച്ച് പട്ടണത്തിൽ ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി. നജീബിന്റെ പഠന സൗകര്യത്തിനായി അവന്റെ കുടുംബത്തെയും അവർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. റുഗിയയ്ക്ക് ആ വീട്ടിൽ ഒരമ്മയുടെ സ്ഥാനമായിരുന്നു. നജീബിന്റെ ജീവിതം കോർഡിനേറ്റുകൾ മാറിയ ഒരു പുതിയ ഗ്രാഫ് പോലെയായി. പകൽ സമയങ്ങളിൽ അവൻ കോളേജിൽ പോയി. വൈകുന്നേരങ്ങളിൽ അവൻ ഫാത്തിമ ബീവിയുടെ വലംകൈയായി ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കി. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഖബറിടത്തിൽ കരഞ്ഞിരുന്ന ആ പയ്യനല്ലായിരുന്നു അവനിപ്പോൾ. നല്ല വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഉത്തരവാദിത്തബോധമുള്ള ഒരു ചെറുപ്പക്കാരനായി അവൻ വളർന്നു. അവൻ തീരദേശത്തെ ഓരോ വീട്ടിലും കയറിയിറങ്ങി. അർഹരായവരെ കണ്ടെത്തി. അവരുടെ ആവശ്യങ്ങൾ ഒരു റിപ്പോർട്ടാക്കി ഫാത്തിമ ബീവിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഫാത്തിമ ബീവിയുടെ ജീവിതവും മാറി. വിലകൂടിയ സാരികളും ആഭരണങ്ങളും അലമാരയുടെ ഒരു കോണിൽ ഒതുങ്ങി. അവർ സാധാരണ കോട്ടൺ സാരികൾ ഉടുത്ത് തീരദേശ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇപ്പോൾ വിലകൂടിയ കാറിലല്ല, ട്രസ്റ്റിന്റെ ഒരു ചെറിയ ജീപ്പിൽ. അവിടുത്തെ അമ്മമാർക്ക് അവർ ഫാത്തിമ ഉമ്മയായി. അവർ ഓരോ വീട്ടിലെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു, കുട്ടികളെ ലാളിച്ചു, അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുത്തു. പണവും പ്രതാപവും നൽകിയിരുന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ആ പാവപ്പെട്ടവരുടെ സ്നേഹത്തിൽ നിന്ന് അവർ അനുഭവിച്ചറിഞ്ഞു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പതിയെ ഫലം കണ്ടു തുടങ്ങി. പഠനം നിർത്തേണ്ടി വരുമായിരുന്ന പല കുട്ടികളും വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി. സ്ത്രീകൾക്കായി തയ്യൽ യൂണിറ്റുകൾ ആരംഭിച്ചു. ചെറുപ്പക്കാർക്ക് ചെറിയ കച്ചവടങ്ങൾ തുടങ്ങാൻ പലിശരഹിത വായ്പകൾ നൽകി. ഇബ്രാഹിം ഹാജി ഒറ്റയ്ക്ക് കൊളുത്തിവച്ച ആ വിളക്ക്
ഇപ്പോൾ ഒരു വലിയ ദീപശിഖയായി ആ ഗ്രാമത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കുകയായിരുന്നു. ഒരു വർഷം കടന്നുപോയി. ഇബ്രാഹിം ഹാജിയുടെ 2ാം ചരമവാർഷിക ദിനം. അന്ന് രാവിലെ ആ ഖബർസ്ഥാനിലേക്ക് 2 ജോഡി കാൽപ്പാടുകൾ നടന്നെടുത്തു. ഒന്ന് ഇപ്പോൾ മുഖത്ത് പ്രതാപത്തിന്റെ ഗൗരവമില്ലാതെ സ്നേഹത്തിന്റെ ശാന്തത നിറഞ്ഞ ഫാത്തിമ ബീവിയുടേതായിരുന്നു. മറ്റൊന്ന് കോളേജ് വിദ്യാർത്ഥിയുടെ ഗൗരവവും പക്വതയും നിറഞ്ഞ നജീബിൻ്റേതായിരുന്നു. അവർ 2 പേരും ആ ഖബറിനരികിൽ നിന്നു. കുറച്ചുനേരം മൗനമായി പ്രാർത്ഥിച്ചു. നജീബ് മെല്ലെ പറഞ്ഞു, ഉമ്മ, നമ്മുടെ ട്രസ്റ്റിന്റെ സഹായത്തോടെ പഠിച്ച 5 കുട്ടികൾക്ക് ഈ വർഷം SSLCയിൽ ഫുൾ A+ കിട്ടി. ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. വല്യുപ്പയുടെ ആത്മാവ് ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും. അവർ ആ ഖബറിലെ പച്ചപ്പുല്ലിനെ തലോടി. നിങ്ങൾ തുടങ്ങിവെച്ചതൊന്നും അവസാനിച്ചിട്ടില്ല ഇക്ക. അതൊരു വലിയ പുഴയായി ഒഴുകുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വലതുകൈ കൊടുത്തത് ഇടതുകൈ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ആ സ്നേഹത്തിന്റെ തണൽ ഇപ്പോൾ ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട്. ആകാശത്ത് കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നു. ഇളംവെയിൽ ആ ഖബറിടത്തിൽ പരന്നു. ആ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ഖബർ ഒരു അവസാനത്തിൻ്റെയല്ല, അനന്തമായി തുടരുന്ന ഒരു നന്മയുടെ തുടക്കത്തിന്റെ പ്രതീകമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹം മരിച്ചിരുന്നില്ല. അത് അർഹതപ്പെട്ട കൈകളിലൂടെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടർന്നു പന്തലിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഖബറിടത്തിൽ 2 ജോഡി കാൽപ്പാടുകൾ മാത്രമല്ല, ഒരു വലിയ സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ കൂടിയുണ്ടായിരുന്നു. വർഷങ്ങൾ 5 കൂടി കടന്നുപോയി. ഇപ്പോൾ ഇബ്രാഹിം ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് ആ തീരദേശത്തിന്റെ ഹൃദയത്തുടിപ്പായിരുന്നു. ഫാത്തിമ ബീവിക്ക് പ്രായമേറിയിരുന്നു. അവരുടെ മുടിയിഴകളിൽ വെള്ളിരേഖകൾ വീണു. ഇപ്പോൾ അവർ ട്രസ്റ്റിന്റെ ദൈനംദിന കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. പകരം ആ ചെറിയ വീടിന്റെ പൂമുഖത്തിരുന്ന് ഉപദേശങ്ങൾ നൽകുന്ന ഒരു തണൽമരമായി അവർ മാറി. ട്രസ്റ്റിന്റെ മുഴുവൻ ചുമതലകളും ഇപ്പോൾ നജീബിന്റെ കരുത്തുറ്റ കൈകളിലായിരുന്നു. കോളേജ് പഠനം പൂർത്തിയാക്കിയ നജീബ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും നേടി. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഖബറിടത്തിൽ തേങ്ങിക്കരഞ്ഞ ആ പയ്യന്റെ സ്ഥാനത്ത് ഇന്ന് വാക്കുകൾക്ക് മൂർച്ചയും ഹൃദയത്തിൽ സ്നേഹവുമുള്ള ഒരു പക്വതയെത്തിയ ചെറുപ്പക്കാരനായിരുന്നു. അവൻ ആ നാടിന്റെ നജീബ് ഇക്കായായി. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് വളർന്നിരുന്നു. വിദ്യാഭ്യാസ സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, സ്വയം തൊഴിൽ പദ്ധതികൾ. ഇബ്രാഹിം ഹാജി ഒറ്റയ്ക്ക് തുടങ്ങിയ ആ നീരുറവ ഇന്ന് ഒരു വലിയ നദിയായി ആ നാടിനെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നജീബ് പതിവ് റിപ്പോർട്ടുകളുമായി ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്തുപറ്റി മോനെ? മുഖം വല്ലാതെയിരിക്കുന്നല്ലോ, ഫാത്തിമ ബീവി ചോദിച്ചു. ഉമ്മ, അത് ആമിന വന്നിരുന്നു. നമ്മുടെ തയ്യൽ മെഷീൻ കിട്ടിയ കുട്ടിയില്ലേ? ആമിനയോ? അവൾക്കിപ്പോൾ സ്വന്തമായി ഒരു ചെറിയ യൂണിറ്റില്ലേ? എന്തുപറ്റി അവൾക്ക്? പ്രശ്നം അവൾക്കല്ല, അവളുടെ അനിയൻ റിയാസിനാണ്. നമ്മൾ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കിയ കുട്ടി. അവനിപ്പോൾ ദുബായിലെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി. അൽഹംദുലില്ലാ, അത് നല്ല കാര്യമല്ലേ? പിന്നെന്താ നിന്റെ വിഷമം? ഫാത്തിമ ബീവിക്കൊന്നും മനസ്സിലായില്ല. നജീബ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ആ കമ്പനിക്കാണ് നമ്മുടെ തീരത്ത് പുതിയൊരു റിസോർട്ട് പണിയാനുള്ള കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുകയാണ്. ആ പ്രൊജക്ടിന്റെ പ്രധാന ചുമതലക്കാരിലൊരാൾ റിയാസാണ്. ഫാത്തിമ ബീവിയുടെ മുഖം ഒരു നിമിഷം വിളറി. എന്നിട്ട്? അതാണ് ഉമ്മ പ്രശ്നം. ആ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ പലതും നമ്മൾ സഹായിക്കുന്നവരാണ്. റിയാസ് വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. ഒരു വശത്ത് അവന്റെ സ്വപ്നതുല്യമായ ജോലി, അവന്റെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള അവസരം, മറുവശത്ത് അവനെ വളർത്തിയ ഈ സമൂഹം. അവൻ എന്തു ചെയ്യണമെന്നറിയാതെ ആമിനയെ എന്റെ അടുത്തേക്ക് അയച്ചതാണ്. ഫാത്തിമ ബീവി കുറച്ചുനേരം കണ്ണുകളടച്ച് നിശബ്ദയായിരുന്നു. ഭർത്താവിന്റെ പഴയ ഡയറിയിലെ വരികൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. പണവും പ്രതാപവും നേടാനുള്ള എളുപ്പവഴികൾക്ക് മുന്നിൽ അദ്ദേഹം അനുഭവിച്ച സംഘർഷങ്ങൾ. അവർ കണ്ണു തുറന്നു. നജീബ്, നമ്മൾ റിയാസിനോടൊന്നും പറയേണ്ട. അവനോട് നാളെ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറയൂ. ആമിനയോടും വരാൻ പറയണം. പിറ്റേന്ന് ഭയവും കുറ്റബോധവും നിറഞ്ഞ മുഖവുമായി റിയാസ് അവരുടെ മുന്നിലിരുന്നു. ഫാത്തിമ ബീവി അവനോട് റിസോർട്ടിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒന്നും ചോദിച്ചില്ല.
പകരം അവർ പഴയ കഥകൾ പറയാൻ തുടങ്ങി. റിയാസെ, നിനക്ക് നിന്റെ വല്യുപ്പയെ ഓർമ്മയുണ്ടോ? അവൻ തലയാട്ടി. ഉണ്ടുമ്മ, പുസ്തകങ്ങൾ വാങ്ങിത്തന്നിരുന്ന വല്യുപ്പയെ. ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. ആ വല്യുപ്പയ്ക്ക് വിചാരിച്ചാൽ ഈ നാട് മുഴുവൻ വിലക്കെടുക്കാമായിരുന്നു. വലിയ കോളേജുകൾ പണിത് പേരെടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് ആരുമറിയാത്ത ഈ വഴിയാണ്. എന്തിനാണെന്നറിയാമോ? റിയാസ് ആകാംക്ഷയോടെ അവരെ നോക്കി. കാരണം കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യരെ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പണം കൊണ്ട് നേടുന്ന പ്രശസ്തിക്ക് ഒരു ദിവസത്തെ ആയുസ്സേയുള്ളൂ. പക്ഷേ സ്നേഹം കൊണ്ട് നേടുന്ന സ്ഥാനത്തിന് മരണശേഷവും ആയുസ്സുണ്ടാകും. അവർ നജീബിനെ നോക്കി. ഈ ഇരിക്കുന്ന നജീബ് എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നീയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലാഭം. ആ ലാഭം നഷ്ടപ്പെടുത്തി ഒരു കച്ചവടത്തിനും അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. അവരൊന്നും ഉപദേശിച്ചില്ല, ഒന്നിനും നിർബന്ധിച്ചില്ല. അവർ ഒരു വിളക്ക് കൊളുത്തി അവൻ്റെ മുന്നിൽ വയ്ക്കുക മാത്രം ചെയ്തു. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് അവനാണ് തീരുമാനിക്കേണ്ടത്. ആ രാത്രി റിയാസിനും ആമിനയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഉറച്ച തീരുമാനവുമായി റിയാസ് നജീബിനെ കാണാൻ വന്നു. ഇക്ക, ഞാൻ എൻ്റെ കമ്പനിയോട് സംസാരിക്കും. കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഓരോ കുടുംബത്തിനും അർഹമായ നഷ്ടപരിഹാരവും താമസിക്കാൻ പുതിയ വീടും നൽകാതെ ആ പ്രൊജക്റ്റ് തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജോലി പോയാലും സാരമില്ല. എന്നെ ഞാനാക്കിയ ഈ നാടിനെ മറന്ന് എനിക്കൊരു ജീവിതം വേണ്ട. ആ വാക്കുകൾ കേട്ടപ്പോൾ നജീബിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് ഓടി. വിവരം പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഒരു നിലാവ് വിടർന്നു. അവർ ആകാശത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു, ഇക്ക, നിങ്ങൾ കണ്ട സ്വപ്നം അത് പൂവണിയുകയാണ്. നിങ്ങളുടെ വിളവെടുപ്പ് കാലം തുടങ്ങിയിരിക്കുന്നു. അത് കൊയ്യാൻ ഇപ്പോൾ ഒരാളല്ല, ഒരു തലമുറ തന്നെയുണ്ട്. ഇബ്രാഹിം ഹാജിയുടെ ഖബറിടത്തിൽ ഇപ്പോൾ ഒരുപാട് കാൽപ്പാടുകൾ പതിയാറുണ്ടായിരുന്നു. നന്മയുടെ ആ വിളവെടുപ്പിൽ പങ്കുചേരാൻ ആ സ്നേഹത്തിന്റെ തണലിൽ വളർന്ന ഒരു പുതിയ തലമുറയുടേതായിരുന്നു ആ കാൽപ്പാടുകൾ. റിയാസിന്റെ തീരുമാനം അവന്റെ കമ്പനിയിൽ വലിയ ഒച്ചപ്പാടുകളുണ്ടാക്കി. ദുബായിലെ ശീതീകരിച്ച ഓഫീസിലിരുന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം നോക്കി ശീലിച്ചവർക്ക് ഒരു ചെറുപ്പക്കാരൻ തന്റെ നാടിനുവേണ്ടി കോടികളുടെ പ്രൊജക്ട് തടഞ്ഞു നിർത്തുന്നത് ഉൾക്കൊള്ളാനായില്ല. അവർ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി, ഉയർന്ന പദവികൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഫാത്തിമ ബീവിയുടെ വാക്കുകളിൽ നിന്ന് ആർജിച്ചെടുത്ത കരുത്തിനു മുന്നിൽ ആ വാഗ്ദാനങ്ങളെല്ലാം നിഷ്പ്രഭമായി. വിഷയം പുറം ലോകമറിഞ്ഞു. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന തീരദേശം എന്ന പേരിൽ പ്രാദേശിക പത്രങ്ങളിൽ വാർത്തകൾ വന്നു തുടങ്ങി. ഈ അവസരം മുതലെടുക്കാൻ ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു, ജമാൽ. വർഷങ്ങൾക്കിപ്പുറം ജമാലിന്റെ ബിസിനസ് സാമ്രാജ്യം വലുതായെങ്കിലും ഫാത്തിമ ബീവിയോടും ആ ട്രസ്റ്റിനോടുമുള്ള അയാളുടെ പക അടങ്ങിയിരുന്നില്ല. ഇബ്രാഹിം ഹാജിയുടെ പേര് തന്നിൽ നിന്ന് തട്ടിയെടുത്തത് ആ പാവപ്പെട്ടവരാണെന്ന് അയാൾ വിശ്വസിച്ചു. റിസോർട്ട് പദ്ധതിയെ അയാൾ തനിക്കുവേണ്ടിയുള്ള ഒരു സുവർണാവസരമായി കണ്ടു. അയാൾ റിസോർട്ട് കമ്പനിയുടെ പ്രതിനിധികളെ പോയി കണ്ടു. നിങ്ങൾ പേടിക്കേണ്ട, ആ നാട്ടുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ട്രസ്റ്റാണ് എല്ലാത്തിനും പിന്നിൽ. വികസന വിരോധികളായ കുറച്ചാളുകൾ. അയാൾ അവർക്ക് ഉറപ്പു നൽകി. ജമാൽ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കളത്തിലിറങ്ങി. അയാൾ തീരദേശത്തെ ചില പ്രമാണിമാരെയും രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചു. അവർ ഗ്രാമത്തിൽ യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഈ റിസോർട്ട് വന്നാൽ നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറും. നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടും. ഫാത്തിമ ബീവിക്കും ആ ട്രസ്റ്റിനും അതിന്റെ ആവശ്യമില്ല, അവർക്ക് പണമുണ്ട്. പക്ഷേ നമുക്കങ്ങനെയല്ല. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. തീരദേശം രണ്ടായി പിളർന്നു. ഒരു വശത്ത് തലമുറകളായി ജീവിച്ച മണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ട്രസ്റ്റിന്റെ തണലിൽ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. മറുവശത്ത് ജമാലിന്റെയും കമ്പനിയുടെയും വാഗ്ദാനങ്ങളിൽ മയങ്ങിയ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു മോചനം സ്വപ്നം കണ്ട കുറച്ചുപേർ. നജീബിനും ട്രസ്റ്റിനും ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു. അവർ വീടുകൾ കയറിയിറങ്ങി. റിസോർട്ട് വരുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്ന പാരിസ്ഥിതിക നാശത്തെക്കുറിച്ചും തങ്ങളുടെ സംസ്കാരം തന്നെ ഇല്ലാതാകുന്നതിനെക്കുറിച്ചും അവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ജോലി കിട്ടുമെന്ന് അവർ പറയുന്നു. നമ്മുടെ കുടിലുകൾ നിന്നിടത്തുയരുന്ന വലിയ കെട്ടിടങ്ങളിൽ തൂപ്പുകാരായും കാവൽക്കാരായും ജോലി ചെയ്യാനാണോ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചത്? നജീബിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലരും ഉത്തരം മുട്ടിനിന്നു. സംഘർഷം മുറുകി.
കുടിയൊഴിപ്പിക്കേണ്ട വീടുകളിൽ കമ്പനി ആളുകൾ നോട്ടീസ് പതിക്കാൻ വന്നപ്പോൾ ഗ്രാമവാസികൾ ഒന്നടങ്കം അവരെ തടഞ്ഞു. ചെറിയ ഉന്തും തള്ളുമുണ്ടായി. റിയാസ് തന്റെ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് അവശനായി. വിഷയം ഒരു പൊതുയോഗത്തിലേക്ക് നീങ്ങി. പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലുള്ള വലിയ മൈതാനത്ത് നാടിന്റെ ഭാവിയെ നിർണയിക്കുന്ന ആ യോഗം വിളിച്ചു ചേർക്കപ്പെട്ടു. ഒരു വശത്ത് റിസോർട്ട് കമ്പനിയുടെ പ്രതിനിധികൾ, ജമാൽ അവരെ പിന്തുണയ്ക്കുന്നവർ. മറുവശത്ത് നജീബ്, റിയാസ്, ട്രസ്റ്റിന്റെ ഭാരവാഹികൾ, ഒപ്പം നെഞ്ചിൽ തീയെരിയുന്ന ഒരുപിടി ഗ്രാമവാസികളും. അന്ന് വൈകുന്നേരം യോഗത്തിന് പോകുന്നതിനു മുൻപ് നജീബ് ഫാത്തിമ ബീവിയെ കാണാൻ ചെന്നു. അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ഉമ്മ, പ്രാർത്ഥിക്കണം. ഫാത്തിമ ബീവി അവന്റെ തലയിൽ കൈവച്ചു. മോനെ, ഭയപ്പെടരുത്. സത്യത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. നിന്റെ വല്യുപ്പ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ കാണാത്ത വഴികളിലൂടെ ദൈവം നമുക്ക് സഹായമെത്തിക്കുമെന്ന്. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു നാട് മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്കുകൾ നൽകിയ ധൈര്യത്തോടെ നജീബ് ആ വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു ആ മൈതാനത്ത്. ആ നാടിന്റെ വിധി നിർണയിക്കാൻ പോകുന്ന വാക്കുകൾക്കായി എല്ലാവരും കാതോർത്തു. പൊതുയോഗം ആരംഭിച്ചു. ആദ്യമുണർന്നത് ജമാലിന്റെ ശബ്ദമായിരുന്നു. വികസനത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും അയാൾ വാചാലനായി. ട്രസ്റ്റിനെയും നജീബിനെയും പേരെടുത്ത് പറയാതെ അയാൾ വിമർശിച്ചു. ചിലർക്ക് ഈ നാട് നന്നാകുന്നത് ഇഷ്ടമല്ല. അവർക്ക് പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായി തുടരണം. എന്നാലല്ലേ അവർക്ക് കാരുണ്യപ്രവർത്തനത്തിന്റെ പേരിൽ പേരെടുക്കാൻ പറ്റൂ. ജമാലിന്റെ വാക്കുകൾക്ക് കൈയടിക്കാൻ കുറച്ചു പേരുണ്ടായിരുന്നു. പിന്നീട് സംസാരിച്ചത് റിസോർട്ട് കമ്പനിയുടെ മാനേജരായിരുന്നു. അദ്ദേഹം റിസോർട്ടിന്റെ മനോഹരമായ ചിത്രങ്ങൾ ഉയർത്തിക്കാണിച്ചു. ഇന്നത്തെ ഈ തീരദേശത്തെ നാളെ നമ്മൾ യൂറോപ്പാക്കി മാറ്റും. നിങ്ങളുടെ മക്കൾക്ക് വിദേശത്തൊന്നും പോകേണ്ടി വരില്ല. ഇവിടെ തന്നെ അവർക്ക് ജോലി കിട്ടും. അവരുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരു വിഭാഗം ആവേശത്തിലായിരുന്നു. നജീബും റിയാസും ഒറ്റപ്പെടുന്നത് പോലെ തോന്നി. അടുത്ത ഊഴം റിയാസിൻ്റേതായിരുന്നു. മൈക്കിന് മുന്നിലേക്ക് നടക്കുമ്പോൾ അവന്റെ കാലുകൾ ചെറുതായി വിറച്ചിരുന്നു. പക്ഷേ സദസ്സിലിരിക്കുന്ന അമ്മയുടെയും പെങ്ങളുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ, നജീബ് ഇക്കയുടെ ധൈര്യം പകരുന്ന നോട്ടം കണ്ടപ്പോൾ അവൻ ശാന്തനായി. എല്ലാവർക്കും നമസ്കാരം, അവൻ തുടങ്ങി. എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ മണ്ണിൽ കളിച്ചു വളർന്ന, നിങ്ങളുടെയെല്ലാം സഹായം കൊണ്ട് പഠിച്ച് എഞ്ചിനീയറായ റിയാസാണ് ഞാൻ. കമ്പനി മാനേജർ സാർ കാണിച്ച ആ മനോഹരമായ കെട്ടിടങ്ങൾ പണിയുന്ന ടീമിലെ ഒരംഗമാണ് ഞാനും. ആ ജോലി എനിക്ക് നൽകുന്നത് വലിയ ശമ്പളമാണ്. എന്റെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ പോന്ന ശമ്പളം. അവൻ ഒരു നിമിഷം നിർത്തി. പക്ഷേ ഏത് കെട്ടിടത്തിനാണ് എന്റെ അമ്മയുടെ കണ്ണുനീരിനേക്കാൾ വിലയുള്ളത്? ഏത് ശമ്പളത്തിനാണ് എന്റെ പെങ്ങന്മാരുടെ കിടപ്പാടത്തേക്കാൾ ഉറപ്പുള്ളത്? ആൾക്കൂട്ടം നിശബ്ദമായി. വികസനം നമുക്ക് വേണം, പക്ഷേ അത് മറ്റൊരാളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാവരുത്. നമുക്ക് വേണ്ടത് ഇറക്കുമതി ചെയ്യുന്ന വികസനമല്ല, ഈ മണ്ണിൽ നിന്ന് വളരുന്ന വികസനമാണ്. റിയാസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ ഉയർത്തിക്കാണിച്ചു. ഇതൊരു ബദൽ പദ്ധതിയാണ്. നമ്മുടെ നാടിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി. നമ്മുടെ വീടുകൾ ഹോംസ്റ്റേകളാകും. നമ്മുടെ ഭക്ഷണത്തിന് ലോകം വില പറയും. നമ്മുടെ കലാരൂപങ്ങൾ കാണാൻ വിദേശികൾ വരും. ഇവിടെ മുതലാളിമാരുണ്ടാകില്ല, നമ്മളെല്ലാവരും പങ്കാളികളാകും. റിയാസിന്റെ വാക്കുകൾക്ക് ഒരു പുതിയ സ്വപ്നത്തിന്റെ നിറമുണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ കാഴ്ച എല്ലാവരും കണ്ടത്. പതിയെ നടന്ന് വേദിയിലേക്ക് വരുന്ന ഫാത്തിമ ബീവി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു അവർ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ വരവ് കണ്ട് ജമാൽ ഒന്ന് ഞെട്ടി. അവർ മൈക്കിന് മുന്നിൽ വന്നു. ആൾക്കൂട്ടത്തെ ഒന്നാകെ നോക്കി. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അവർ ശാന്തമായി പറഞ്ഞു. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. എന്റെ ഭർത്താവ് ഇബ്രാഹിം ഹാജി വിശ്വസിച്ചിരുന്നത് കെട്ടിടങ്ങളിലായിരുന്നില്ല, മനുഷ്യരിലായിരുന്നു. അദ്ദേഹം പണം മുടക്കിയത് കച്ചവടത്തിലായിരുന്നില്ല, തലമുറകളിലായിരുന്നു. ആ തലമുറയിലെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. അവർ റിയാസിന്റെ തോളിൽ കൈവച്ചു. ഇവരാണ് ഈ നാടിന്റെ യഥാർത്ഥ സമ്പത്ത്. ഇവരാണ് ഇബ്രാഹിം ഹാജിയുടെ സ്വപ്നം. ഇവരാണ് ഈ നാടിന്റെ പുതിയ കാവൽക്കാർ. തീരുമാനം നിങ്ങളുടേതാണ്. അത്രമാത്രം പറഞ്ഞ് അവർ വേദിയിലിറങ്ങി.
പക്ഷേ ആ വാക്കുകൾ ഒരു കൊടുങ്കാറ്റുപോലെ ആൾക്കൂട്ടത്തിന്റെ മനസ്സിൽ ആഞ്ഞടിച്ചു. പുതിയ കാവൽക്കാർ എന്ന വാക്ക് അവിടെ മുഴങ്ങി നിന്നു. ജനങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത് റിയാസിനും നജീബിനും വേണ്ടിയുള്ള കയ്യടിയായിരുന്നില്ല, തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പുതിയൊരു തീരുമാനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ജനങ്ങളുടെ ആ മട്ടുമാറ്റം കണ്ട് കമ്പനി പ്രതിനിധികൾ പരിങ്ങി. ജമാൽ ഒറ്റപ്പെട്ടു. ഒരു നാടിന്റെ ഇച്ഛാശക്തിക്കു മുന്നിൽ തങ്ങളുടെ പണവും സ്വാധീനവും ഒന്നുമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവസാനം കമ്പനി പ്രതിനിധികൾ റിയാസ് മുന്നോട്ടുവെച്ച ബദൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായി. അതൊരു സമ്പൂർണ്ണ വിജയമായിരുന്നു. അന്ന് രാത്രി വിജയഘോഷങ്ങളൊന്നുമില്ലാതെ നജീബും റിയാസും ഫാത്തിമ ബീവിയും ആ ചെറിയ വീടിന്റെ പൂമുഖത്തിരുന്ന് ചായ കുടിച്ചു. ദൂരെ തീരദേശ ഗ്രാമത്തിൽ അപ്പോഴും ആവേശത്തിന്റെ അലയൊലികൾ അടങ്ങിയിരുന്നില്ല. ഫാത്തിമ ബീവി ആകാശത്തേക്ക് നോക്കി. ഇക്ക, നിങ്ങളുടെ ഖബറിന് ഇപ്പോൾ കാവലിന് ഞാനോ നജീബോ മാത്രം പോരാ. ഒരു നാട് മുഴുവനുണ്ട്. നിങ്ങൾ സമാധാനമായി ഉറങ്ങിക്കോളൂ. ഇബ്രാഹിം ഹാജിയുടെ ഖബറിടത്തിൽ അപ്പോഴും ഇളംകാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിന് ഇപ്പോൾ ഒരു തലമുറയുടെ വിജയത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. ഫാത്തിമ ബീവിയുടെ വാക്കുകൾ ആ ജനസഞ്ചയത്തിന്റെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. അതുവരെ നിന്നിരുന്ന മൗനം ഒരു ഗർജനമായി മാറി. ആളുകൾ ഒന്നടങ്കം റിയാസിന്റെ ബദൽ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വികസനം, കമ്പനി വികസനം പുറത്തുമതി എന്ന മുദ്രാവാക്യങ്ങൾ ആകാശത്തിൽ മുഴങ്ങി. ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ജമാലിനും കമ്പനി പ്രതിനിധികൾക്കും മനസ്സിലായി. ജമാൽ അപമാനിതനായി ആൾക്കൂട്ടത്തിനിടയിലൂടെ പുറത്തേക്ക് പോയി. അയാളുടെ മുഖത്ത് പകയും നിരാശയുമുണ്ടായിരുന്നു. കമ്പനി മാനേജർ സ്ഥിതിഗതികൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കി ബദൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ച് തടിയൂരി. അതൊരു വിജയമായിരുന്നു, ഒരു നാടിന്റെ ഒന്നടങ്കമുള്ള വിജയം. അന്ന് രാത്രി ആ തീരദേശ ഗ്രാമം ഉറങ്ങിയില്ല. അവർ ആ വിജയം ആഘോഷിച്ചു. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും അവർ തങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചു. ഇത് വെറുമൊരു കമ്പനിക്കെതിരെയുള്ള വിജയമായിരുന്നില്ല, തങ്ങളുടെ നിലനിൽപ്പിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിജയമായിരുന്നു. ആ ആഘോഷങ്ങൾക്കിടയിലും നജീബും റിയാസും തിരക്കിലായിരുന്നു. അവർ ഗ്രാമത്തിലെ പ്രായമായവരെയും യുവാക്കളെയും ഒരുമിച്ചിരുത്തി. ബദൽ പദ്ധതിയുടെ ഓരോ വിശദാംശങ്ങളും ചർച്ച ചെയ്തു. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. ആ രാത്രിയിൽ ആ ഗ്രാമത്തിൽ പുതിയൊരു നേതൃത്വം ഉദയം ചെയ്യുകയായിരുന്നു. ഫാത്തിമ ബീവി പറഞ്ഞ പുതിയ കാവൽക്കാർ തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ റിയാസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരുടെ സഹായത്തോടെ ഒരു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. അത് പഞ്ചായത്തിലും സർക്കാരിലും സമർപ്പിച്ചു. ഒരു നാടിന്റെ കൂട്ടായ പരിശ്രമത്തിന് മുന്നിൽ നിയമത്തിന്റെ വാതിലുകൾ തുറന്നു. സർക്കാർ ആ പദ്ധതിക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഫാത്തിമ ബീവി തന്റെ ചെറിയ വീട്ടിലിരുന്ന് ഇതെല്ലാം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അറിഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പൈതൃകം തുടരുക മാത്രമല്ല, അത് കാലത്തിനനുസരിച്ച് പുതിയ രൂപം പ്രാപിച്ച് കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നജീബും റിയാസും ഒരു സന്തോഷവാർത്തയുമായി അവരുടെ അടുത്തേക്ക് വന്നു. ഗ്രാമവാസികളുടെയും സർക്കാരിന്റെയും സഹകരണത്തോടെ രൂപീകരിക്കുന്ന പുതിയ തീരദേശം ടൂറിസം സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി. അതിന്റെ പ്രസിഡന്റായി ഗ്രാമം തിരഞ്ഞെടുത്തത് നജീബിനെയായിരുന്നു. ഫാത്തിമ ബീവി നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. നിന്റെ വല്യുപ്പയുടെ ഒരു സ്വപ്നമായിരുന്നു ഇത്. അധികാരം കുറച്ചുപേരുടെ കയ്യിൽ ഒതുങ്ങാതെ എല്ലാവരും പങ്കാളികളാകുന്ന ഒരു സമൂഹം. ഇന്ന് നിങ്ങളത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അവർ ഇബ്രാഹിം ഹാജിയുടെ പഴയ ഡയറി എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. നാളെ ഈ വഴിയിൽ എപ്പോഴെങ്കിലും തളർന്നുപോയാൽ ഈ താളുകൾ നിങ്ങൾക്ക് വഴികാട്ടും. ഇത് വെറുമൊരു പുസ്തകമല്ല, ഒരു വലിയ മനുഷ്യന്റെ ഹൃദയമാണ്. ആ ഡയറി ഏറ്റുവാങ്ങുമ്പോൾ ഒരു വലിയ പൈതൃകമാണ് തങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്ന് നജീബിനും റിയാസിനും അറിയാമായിരുന്നു. പുതിയൊരു പ്രഭാതത്തിലേക്ക് ആ നാടിനെ നയിക്കാനുള്ള ദൗത്യം അവർ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയായിരുന്നു. കാലം വീണ്ടും മുന്നോട്ട് കുതിച്ചു. 3 വർഷങ്ങൾക്കിപ്പുറം ആ തീരദേശ ഗ്രാമത്തിന്റെ മുഖം തന്നെ മാറിയിരുന്നു. പക്ഷേ അത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ടുള്ള മാറ്റമായിരുന്നില്ല. തനിമയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഹരിത വിപ്ലവമായിരുന്നു അത്. തീരദേശം ടൂറിസം പദ്ധതി ഒരു വലിയ വിജയമായി. സഞ്ചാരികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അവർക്ക് താമസിക്കാൻ വലിയ ഹോട്ടലുകൾ ഉണ്ടായിരുന്നില്ല. പകരം ഓലമേഞ്ഞ എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഹോം സ്റ്റേകൾ.
ഗ്രാമത്തിലെ അമ്മമാരുണ്ടാക്കുന്ന തനത് വിഭവങ്ങൾ കഴിക്കാൻ അവർ തിരക്കുകൂട്ടി. കടപ്പുറത്ത് യുവാക്കൾ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. മാലിന്യം നിക്ഷേപിക്കാൻ പോലും ഒരിടം കാണാത്ത വൃത്തിയും പച്ചപ്പും നിറഞ്ഞ ഒരു മാതൃകാ ഗ്രാമമായി അത് മാറി. പണ്ട് നഗരങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയിരുന്ന ചെറുപ്പക്കാർ ഗ്രാമത്തിൽ തന്നെ തിരിച്ചെത്തി. അവർ ടൂറിസ്റ്റ് ഗൈഡുകളായും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരായും ഹോം സ്റ്റേകൾ നടത്തുന്നവരായും മാറി. ഓരോ വീട്ടിലും വരുമാനമെത്തി. ഓരോ മുഖത്തും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു. ഒരു ഞായറാഴ്ച രാവിലെ ഗ്രാമത്തിലെ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് നജീബ് ഒരു പറ്റം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അവൻ അവരെ പഠിപ്പിച്ചത് പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമായിരുന്നില്ല, നാടിനെ സ്നേഹിക്കാനും മനുഷ്യരെ ബഹുമാനിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം ഹാജി ചെയ്തിരുന്നതും ഇതുതന്നെയായിരുന്നുവെന്ന് ഗ്രാമത്തിലെ പ്രായമായവർ ഓർത്തു. അതേസമയം ഫാത്തിമ ബീവി തന്റെ വീടിന്റെ പൂമുഖത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾക്ക് ഇപ്പോൾ പഴയ തെളിച്ചമില്ല. ശരീരത്തിന് ക്ഷീണമുണ്ട്. പക്ഷേ മുഖത്ത് പൂർണ്ണ സംതൃപ്തിയുടെ പ്രകാശമുണ്ട്. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. അതിൽ നിന്നിറങ്ങിയത് ജമാലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അയാൾ വരുന്നത്. ബിസിനസ്സിലെ തകർച്ചയും പൊതുയോഗത്തിലെ പരാജയവും അയാളെ തളർത്തിയിരുന്നു. ഇപ്പോൾ ആ പഴയ പ്രതാപമൊന്നുമില്ല. അയാൾ വിറയ്ക്കുന്ന കാലടികളോടെ ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് വന്നു. "ഇത്ത, എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം നാടിനെ തള്ളിപ്പറഞ്ഞു. ഇക്കയുടെ പേരിന് യഥാർത്ഥത്തിൽ കളങ്കം ചാർത്തിയത് ഞാനാണ്." അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഫാത്തിമ ബീവി ശാന്തമായി പുഞ്ചിരിച്ചു. "കഴിഞ്ഞത് കഴിഞ്ഞു ജമാലെ. തെറ്റു മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ശരി. നീ ആ ഗ്രാമത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ. അവിടെ നിന്റെ സഹായം ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാകും. പ്രായശ്ചിത്തം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്." ജമാൽ നിറഞ്ഞ കണ്ണുകളോടെ തിരിച്ചുപോയി. അന്ന് വൈകുന്നേരം നജീബ് ഫാത്തിമ ബീവിയെ കാണാൻ വന്നു. അവന്റെ കൂടെ 4 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ടായിരുന്നു. "ഉമ്മ, ഇത് ഇബ്രാഹിം." അവൻ തന്റെ മകനെ പരിചയപ്പെടുത്തി. ആ പേര് കേട്ടതും ഫാത്തിമ ബീവിയുടെ വാത്സല്യം അണപൊട്ടിയൊഴുകി. അവർ ആ കുട്ടിയെ എടുത്ത് മടിയിലിരുത്തി. കുഞ്ഞ് ഇബ്രാഹിം അവരുടെ വെള്ളിമുടിയിൽ പിടിച്ചുവലിച്ചു കളിച്ചു. നജീബ് പറഞ്ഞു, "ഉമ്മ, നമ്മുടെ ടൂറിസം പദ്ധതിയുടെ ലാഭം കൊണ്ട് നമ്മൾ ഗ്രാമത്തിൽ ഒരു പുതിയ സ്കൂൾ പണിയുകയാണ്. അതിന് നമ്മൾ പേരിട്ടു ഇബ്രാഹിം ഹാജി മെമ്മോറിയൽ സ്കൂൾ." ഫാത്തിമ ബീവി ഒന്നും മിണ്ടിയില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ഒരു കൈയിൽ കൊച്ചുമകരെയും മറുകൈയിൽ ഭിത്തിയിൽ തൂക്കിയിരുന്ന ഇബ്രാഹിം ഹാജിയുടെ ഫോട്ടോയെയും മാറി മാറി നോക്കി. പൈതൃകം, അത് മരിക്കുന്നില്ല. അത് വേരുകളിൽ നിന്ന് വേരുകളിലേക്ക് പടരുകയാണ്. ഇബ്രാഹിം ഹാജിയുടെ ഖബർ ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമല്ല, ഒരു തലമുറയുടെ മുഴുവൻ ഊർജ്ജകേന്ദ്രമാണ്. ആ ഖബറിന് കാവലിരിക്കാൻ ഇപ്പോൾ ഒരു പ്രതാപിയായ സ്ത്രീയോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനോ വേണ്ട. ആ നാട് മുഴുവൻ, അവരുടെ സ്നേഹം മുഴുവൻ അതിന് കാവലായി എന്നുമുണ്ടാകും.